ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മൾ ഇന്നൊരു പോം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഹാലവൻ ബൈ റോബർട്ട് ബേൺസ്. ബേൺസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹീസ് എ സ്കോട്ടിഷ് പോയറ്റ് ആൻഡ് ഓൾ. അപ്പോൾ കുറച്ച് ലെങ്തി പോമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോം എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റാൻസയിൽ സ്പീക്കർ ആ ഒരു മൂഡ്, അതായത് ഹാലവൻ്റെ എൻചാൻഡിങ് ആയിട്ടുള്ള ഈറി ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫെയറീസ് ഓൺ കാസൽസ് ഡൗൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറീസൊക്കെ പറയുകയാണ്. ഹാലവൻ്റെ സ്റ്റോറീസ്, ഹാലവൻ്റെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ കാസലസ് ഡൗനാൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഒരു ഹില്ലാണ്, ഗ്രൂപ്പ് ഓഫ് ഹിൽസ് ആണ്. 4 മലകളാണ് ഒരുമിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഡൺട്രി ഫോർട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് കഥ. അപ്പോൾ ആ ഒരു കഥ അനുസരിച്ച് ഈ ഫെയറീസ് എന്ത് ചെയ്തു, ഓവർ നൈറ്റ് ഓരോ കല്ലായിട്ട് പൊളിച്ചിട്ട് ആ കോട്ടയെ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, റിവറിൽ കൊണ്ടുവച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ ബേൺസ് എന്താണ് ചെയ്യുന്നത്, ഒരു സ്പൂക്കി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേസമയം തന്നെ ആ ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൻ്റെ ആ ജോയും ഡിലൈറ്റും ഒക്കെ എംഫസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ റോബർട്ട് ബേൺസ്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം ഒരു കാര്യം അല്ലെങ്കിൽ ഒരാളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആളെന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ഹിറോയിക് ഫിഗറാണ്. സ്കോട്ട്ലൻഡിലെ ആൾക്കാർക്ക് അദ്ദേഹം ഒരു ഹിറോയിക് ആയിട്ടുള്ളൊരു ഫിഗറാണ്, ഒരു ഏൻഷ്യൻ ഫിഗറാണ്. ആരാണിത്, റോബർട്ട് ദ ബ്രൂസ് ആണ്. അദ്ദേഹം സ്കോട്ടിലെ എന്താണ്, കിങ് ആണ്. അതുപോലെ തന്നെ ഫോമർ ഏൾ ഓഫ് കാരിക് ആണ്. ഈ ലാൻഡ്, ഈ സ്കോട്ട്ലൻഡിനൊക്കെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന രാജാവാണ് അദ്ദേഹം. സ്റ്റിൽ ഹീസ് കൺസിഡേഴ്സ് എ നാഷണൽ ഹീറോ ഇൻ സ്കോട്ട്ലൻഡ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സമയത്ത് ഈ ഹിറോയിക് ആയിട്ടുള്ള ഡീഡ്സ് ഒക്കെ ചെയ്തിരുന്ന ആരാണ്, ഈ റോബർട്ട് ദ ബ്രൂസ് ഹിറോയിക് ആയിട്ടൊക്കെ ഉള്ള ഡീഡ്സ് ഒക്കെ ചെയ്ത് റൂൾ ചെയ്തിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ആൾക്കാരുടെ ഒരു എന്താണ്, ഒരു സ്റ്റേറ്റ്, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണ് എന്നുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ബേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ബേൺസ് കമൻസ് ഓൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ബൈ ഡിസ്ക്രൈബിങ്, എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ദ മെറിമെൻറ്റ് ഓഫ് ദ കോമൺ ഫോക്ക്. എവിടെയാണ്, ഇൻ ദ സെയിം പ്ലേസ് വെയർ സ്കോട്ട്ലൻഡ്സ് നോബിളസ്റ്റ് കിങ് ഡിഡ് ഗ്രേറ്റ് ഹീറോയിക് ഡീഡ്സ്. അതുപോലെ തന്നെ കുറച്ച് റിച്വൽസിൻ്റെ കാര്യമൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ബേൺ ചെയ്യുന്ന ഒരു റിച്വൽ, ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ മാരേജ് പ്രോസ്പെക്ട്സ്. അതുപോലെ കുറച്ച് റിച്വൽസിൻ്റെ കാര്യമൊക്കെയാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ. ആരുടെയൊക്കെ, നമ്മുടെ റോബർട്ട് ദ ബ്രൂസ് എന്ന് പറയുന്ന ആ രാജാവിൻ്റെ കാര്യവും പിന്നെ കുറച്ച് റിച്വൽസിൻ്റെ കാര്യമൊക്കെയാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റാൻസ് നോക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞ ആ റിച്വൽസ്, അതായത് മാരേജ് പ്രോസ്പെക്ട്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ റിച്വൽസിൻ്റെ കാര്യമൊക്കെ വീണ്ടും പറയുന്നുണ്ട്. ദ സ്പീക്കർ ഷിഫ്റ്റ്സ് ടു ദ ലാഡ്സ് ആൻഡ് ലാസസ് എന്നാണ്. അവരാണ് ഈ സൂപ്പർസ്റ്റീഷൻസ് ഒക്കെ പ്ലേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ലാസസിനാണെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ ഹാർട്ട്സ് ആണെന്നാണ് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്, ഇവരെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രപ്പോസ് മാരേജ് ആണ്. ചില യങ് മാൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ഷൈ ആണെന്ന് പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ എന്താണ്, ടോക്കറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും, ഇപ്പോൾ ഷൈ ആയിരിക്കട്ടെ ടോക്കറ്റീവ് ആയിരിക്കട്ടെ എങ്ങനെ ഇരുന്നാലും ആ യങ് മാൻ്റെയൊക്കെ മനസ്സെങ്ങനെയാണ്, ആ യങ് മാൻ എന്ത് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്, അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് ബീറ്റിംഗ് ക്വിക്ക്ലി വിത്ത് എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഫോർത്തും ഫിഫ്ത്തും സ്റ്റാൻസയിൽ വേറൊരു റിച്വലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് അവിടുത്തെ ഒരു ഫോക്ക് കസ്റ്റമാണ്. ആരാണോ വിച്ച് ലാഡ് ആൻഡ് ലാസസ് പുൾ ഫ്രം ദ ബഞ്ച് ഓഫ് കെയിൽ. കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് ക്യാബേജ് ആണ്. അപ്പോൾ ഏത് കെയിലാണോ ഒരാൾ പുല്ല് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആരെയാണ് മാരേജ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഫോളിഷ് ആയിട്ടുള്ള വില്ലുള്ളവർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, വുഡ് സീം ടു ഹാവ് മിസ്ഡ് ഔട്ട് ആൻഡ് ഫ്യൂച്ചർ പാർട്ട്ണർ ഫ്രം കെയിൽ പുള്ളിങ്. അതുപോലെ ലാച്ചും ലാസസും എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്, വിത്ത് റോസ് ആൻഡ് ക്രൈസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ക്രൈ ചെയ്യും റോർ ചെയ്യുകയും ചെയ്യുന്നത്, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന കാര്യം അവർ ഈ കെയിൽ പുള്ളിങ്ങിലൂടെ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലർ റോർ ചെയ്യും, ചിലർ ക്രൈ ചെയ്യും, ചിലരാണെങ്കിൽ ഒരു പാർട്ട്ണറെ കിട്ടാനുള്ള ചാൻസ് തന്നെ എന്ത് ചെയ്യും, മിസ് ചെയ്യും. 7 മുതൽ 12 വരെയുള്ള സ്റ്റാൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിറ്റ്സിനെ ബേൺ ചെയ്യുന്ന ആ ഒരു റിച്വലിനെ പറ്റിയാണ് പറയുന്നത്. ചില നെറ്റ്സ് എന്ത് ചെയ്യും, ചില നെറ്റ്സ് ടുഗെദർ ബേൺ ചെയ്യും. അത് സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ കപ്ലിങ്ങിനെയാണ്. ചില നട്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ജമ്പ് ചെയ്ത് പോവും എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ അതിനെ തീ കത്തിക്കാൻ ഫയറിലേക്ക് ഇടുമ്പോൾ ചില നട്ട്സ് ഇങ്ങനെ ചാടിപ്പോകത്തില്ലേ, അത് ഒരു ട്രബിൾസം ആയിട്ടുള്ളൊരു കോർഷിപ്പിനെയാണ് കാണിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിറ്റ്സ് എന്ന് പറഞ്ഞാൽ നട്ട്സ്, അത് ബേൺ ചെയ്യുന്ന ആ ഒരു റിച്വലിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിച്വൽസ് എല്ലാം അവരുടെ കൺട്രിയിലെ ആ ഒരു സൂപ്പർസ്റ്റീഷനെയാണ്, കൺട്രി ഫോക്കിൻ്റെ സൂപ്പർസ്റ്റീഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വേരിയസ് റിച്വൽസും അതിനോടുള്ള റിയാക്ഷനും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. ജീൻ എന്ത് ചെയ്യാണ്, അയാളുടെ നട്ടിങ്ങനെ ജോക്കിൻ്റെ നട്ടിൻ്റെ അടുത്തേക്ക് ക്ലോസ്ലി മൂവ് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുകയാണ്. ബട്ട് ഹർ ഹോപ്സ് ആർ ഡാഷ്ഡ് വെൻ
ദ നട്ട്സ് ബോണ്ട് അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഇങ്ങനെ ആ നട്ട്സ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ ബേൺ ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ആ ഹോപ്സ് ഒക്കെ പൊലിഞ്ഞു പോവാണ്. കാരണം എന്ത് ചെയ്തു, ഈ നട്ട്സ് പൊട്ടി രണ്ട് ഭാഗത്തേക്ക് തെറിച്ചു പോവാണ് ചെയ്യുന്നത്. ഇനി വേറൊരു കപ്പിളിൻ്റെ കാര്യം പറയാനുണ്ട്, വില്ലി ആൻഡ് മാലി. അവർ പെയർ ടുഗെദർ ആണ്, പക്ഷേ വിച്ച് ഷീ ഡിസ്ലൈക്സ്. പിന്നെ അവളുടെ നട്ട് എന്ത് ചെയ്യാണ്, ജംപ്സ് അവേ ഫ്രം വില്ലീസ് നട്ട്. അപ്പോൾ അതെന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്, ആ നട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിന് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്, ദാറ്റ് ഷീ ഈസ് ടു പ്രൗഡ് ടു ബി വിത്ത് ഹം. പക്ഷേ വില്ലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, ഇസ് ഡിലൈറ്റഡ് ബൈ ദ പോസിബിലിറ്റി ഓഫ് ദം ബീങ് ടുഗെദർ. അപ്പോൾ അങ്ങനെ ആരാരെ മാരേജ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു റിച്വൽസും അതിൻ്റെ ആ റിച്വൽസ് നടക്കുമ്പോൾ ഓരോ കപ്പിൾ എങ്ങനെ റിയാക്ട് ചെയ്യും. ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് അയ്യോ എൻ്റെ നട്ട് അതൊന്ന് ജമ്പ് ചെയ്ത് പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു, മറ്റേ ആളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ചിലർ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുമ്പോൾ അവരുടെ നട്ടിങ്ങനെ തെറിച്ച് രണ്ട് ഭാഗത്തേക്ക് പോകുന്നു, അപ്പോൾ അവർക്ക് സങ്കടമാവുന്നു. അങ്ങനെ റിച്വൽസും അതിൻ്റെ റിയാക്ഷൻസും ഒക്കെയാണ് നമ്മുടെ സ്പീക്കർ കാണിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരാളുടെ കാര്യം പറയുന്നത് നെല്ലിന് എന്താ ഡ്രീമുള്ള, റോബ് എന്ന് പറയുന്ന ആളിനെ കല്യാണം കഴിക്കാനുള്ള ഒരു സീക്രട്ട് ഡ്രീം എപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവരുടെ ആ നട്ട് എന്ത് ചെയ്തു, സ്വീറ്റ്ലി ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ യൂണിയൻ ആണല്ലോ അത് ഫോർടെൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നമ്മുടെ സ്പീക്കർ പറയുന്നത് അവർ ആ ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു കോർണറിൽ ഇരുന്നിട്ട് പരസ്പരം കിസ് ചെയ്തിട്ടാണെന്ന്. അപ്പോൾ നമ്മുടെ സ്പീക്കർ പറയുന്നതെന്ന് വെച്ചാൽ ഈ നട്ട്സ് ആക്ച്വലി ഫ്യൂച്ചർ ഒന്നും പ്രഡിക്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഈ യങ് വുമൻ ആൻഡ് മെൻ അവരുടെ ആ ഒരു ഫീലിങ്സിനെ പരസ്പരം എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നട്ടിൻ്റെ ബോൺ ചെയ്യുന്ന ഈ ഒരു റിച്വൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദേ പ്രോംപ്റ്റ് യങ് മെൻ ആൻഡ് വുമൻ ടു എക്സ്പ്രസ് ദേ ആർ ഫീലിംഗ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഇനി വരുന്നത് 13 മുതൽ 16 വരെയുള്ള സ്റ്റാൻസയുടെ ഒരു അനാലിസിസ് ആണ്. ഇവിടെ സ്പീക്കർ വേറൊരു സീനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഒരു യങ് ഗേൾ ഉണ്ട്, ജെന്നി. അവളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്കിൾ ജോണിയും കൂട്ടിയിട്ട് ഒരു ഫോർച്യൂൺ ടെല്ലറിൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവളുടെ ഗ്രാൻഡ് മദർ ഇവളോട് ദേഷ്യപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. അതായത് അവളുടെ പൈപ്പ് ഉണ്ടല്ലോ, ഗ്രാൻഡ് മദറിൻ്റെ പൈപ്പ് അവളുടെ ന്യൂ ഏപ്രിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവൾ നോട്ടീസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവൾ വഴക്ക് പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ഡീറ്റെയിൽസ് പോലും നമ്മുടെ സ്പീക്കർ ഓരോ ആൾക്കാരുടെയും ചെറിയ ഡീറ്റെയിൽസ് പോലും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് ആ ഒരു ക്യാരക്ടേഴ്സിന് ഒരു ലൈഫ് കൊടുക്കുകയാണ്, ഒരു ലൈഫ് സ്കെച്ച് ഔട്ട് ചെയ്യുകയാണ് നമ്മുടെ ബേൺസ് ചെയ്യുന്നത്. ഗ്രാൻഡ് മദർ ഈ കുഞ്ഞിനെ ഒരു ബാഡ്ലി ബിഹേവ്ഡ് ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു നെയിമൊക്കെ വിളിക്കുന്നുണ്ട്. ആ കുട്ടി ഒരു ബാഡ്ലി ബിഹേവ്ഡ് ചൈൽഡ് എന്ന മീനിങ് വരുന്ന സ്കെൽപ്പി ലിമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരൊരു പഴയ കാര്യം ഓർത്തെടുക്കുകയാണ് ഫ്രം ഹർ യൂത്ത്. അവളൊരു യങ് ഗേൾ ആയിരുന്ന സമയത്ത് ഹാലവൻ്റെ ഹാർവസ്റ്റ് സെലിബ്രേഷൻ നടക്കുമ്പോൾ അവിടെ ചീഫ് റീപ്പറായിട്ട് ഒരാളുണ്ടാവും. ആ ആളിൻ്റെ മകൻ ഹൂ സൺ ഗോട്ട് എ ഗേൾ പ്രഗ്നൻറ്റ്. അങ്ങനെ ഈ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാണ്, ഒരു ഹെംസീഡ് റിച്വൽ എന്ന് പറയുന്ന ഒരു റിച്വലിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. ഈ റിച്വൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രൂ ലവ് ആണോ ഒരാളോടുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സെറ്റപ്പാണ്. വിച്ച് ബിഗിൻസ് വിത്ത് ആൻ ഇൻകാർണേഷൻ അബൌട്ട് ലുക്കിംഗ് ഫോർ വൺസ് ട്രൂ ലവ്. ഓക്കെ, അതെങ്ങനെയാണ് സ്പോട്ട് ചെയ്യുന്നത്, ഈ ട്രൂ ലവിനെ സ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ലുക്കിംഗ് ഓവർ ഹിസ് ലെഫ്റ്റ് ഷോൾഡർ. അപ്പോൾ ഈ നമ്മുടെ ചീഫ് റീപ്പർ റാബിൻ്റെ സൺ എന്ത് ചെയ്തു, ഹി മെയ്ഡ് ലൈറ്റ് ഓഫ് ദ റിച്വൽ ബട്ട് വാസ് നൺലെസ് ഫ്രൈറ്റൻഡ് ബൈ വാട്ട് ഹി സോ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് 17 മുതൽ 20 വരെയുള്ള സ്റ്റാൻസയാണ്. ഇവിടെ നമ്മൾ ഒരു വില്ലേജറിനെ കാണുന്നുണ്ട്, ജേമി ഫ്ലീക്ക് എന്ന് പറയുന്നത്. അയാൾ ഈ കഥകളോടൊക്കെ ഭയങ്കര ഡിസ്കസ്റ്റും ഡിസ്ബിലീഫോടു കൂടിയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ റിച്വൽസ് എന്നാൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അയാൾ കുറച്ച് പേടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു സ്വീക്കിംഗ് റണ്ടിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അയാൾ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ടെറിഫൈഡ് ആയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതൊരു ചിരിക്കാനുള്ള വകയായി. കാരണം ഇയാൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് റിച്വലൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തോ സൗണ്ട് കേട്ട് ഇയാൾ പേടിച്ചു പോവാണ്. സത്യത്തിൽ അതെന്തായിരുന്നു, ഒരു പന്നിയുടെ സൗണ്ടായിരുന്നു. അയാൾ ആകെ പേടിച്ച് വരണ്ട് ഓടിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഇത് പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ബോൺസ് പറയുന്നതെന്ന് വെച്ചാൽ ഈവൻ ദോ നമ്മുടെ ഈ കൺട്രി ഫോക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ദേ ഹാവ് സം ഡിഗ്രി ഓഫ് ബിലീഫ് ഇൻ സച്ച് സൂപ്പർസ്റ്റീഷൻസ് എന്നുള്ള കാര്യമാണ്. ഇനി 21 മുതൽ 23 വരെയുള്ള സ്റ്റാൻസയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു റിച്വലിൻ്റെ കാര്യം പറയുകയാണ്. ഒരു വെച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസ്. വെച്ച് എന്ന് പറയുന്നത് ഗ്രെയിൻ വിനോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രെയിൻസ് പാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ വെച്ച് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിച്വലാണിത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഈ ഗ്രെയിൻ ഇങ്ങനെ ടോസ് ചെയ്യും. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ടോസ് ചെയ്തിട്ട്
അതിനെ ഇങ്ങനെ എയറിലേക്ക് വിടും, ഇങ്ങനെ ടോസ് ചെയ്ത് കൈ അങ്ങ് മാറ്റും. അപ്പോൾ അതിനെ നാച്ചുറലി അത് ആ വെച്ച് മെഷീനിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് അലോ ചെയ്യും. അങ്ങനെ അത് വീഴുന്ന ആ ഒരു രീതി നോക്കിയിട്ടാണ് ഈ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഫ്യൂച്ചർ എന്ത് ചെയ്യുന്നത്, ഫോർടെൽ ചെയ്യുന്നത്. ഒരു ഗേൾ ഉണ്ട് മെഗ് എന്ന് പറഞ്ഞിട്ട്, അവൾ ഇത് ഹാപ്പിലി ആണ് ട്രൈ ചെയ്യുന്നത്. ആസ് ഷീ വെൻ ടു ലുക്ക് ഫോർ ഹർ ക്രഷ്. പിന്നെ ടാം കിപ്പിൾസ് ഉണ്ട്, ബട്ട് ഷീ ഈസ് ടാൾട്ടഡ് ബൈ എ റാറ്റ്. ആൻഡ് ഇത് ചെയ്യാൻ വന്നിട്ട് ഒരു റാറ്റിനെ കണ്ട് പേടിച്ചിട്ട് റൺസ് അവേ ടു പ്രേ ഫോർ ഫോർഗീവ്നെസ്. അതുപോലെ അടുത്ത ആളെന്ന് പറയുന്നത് വില്ലാണ്, ലൈക്ലി വില്ലി, നമ്മുടെ പ്രീവിയസ് സ്റ്റാൻസയിലെ വില്ലി. പുള്ളിയും ഇതുപോലൊരു സിമിലർ ആയിട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ട്രൈ ടു ഗ്രാസ്പ് ഹിസ് ഫ്യൂച്ചർ ലവ് ഇൻ എ പൈൽ ഓഫ് ക്രോപ്സ്. അയാൾക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. അയാൾ ഈ ഒരു പൈൽ ഓഫ് ക്രോപ്പിന് പകരം അയാൾ എന്ത് ചെയ്യുന്നത്, എൻകൗണ്ടർ ചെയ്യുന്നത് പൈൽ ഓഫ് ടിമ്പറുമായിട്ടാണ്, തടി കഷ്ണം. അപ്പം മിസ്റ്റേക്കിംഗ് ഇറ്റ് ഫോർ എ വിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിനെ പീസസ് ആയിട്ട് സ്മാഷ് ചെയ്യാണ്. ഒരു ടിമ്പറിനെ സ്മാഷ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അയാൾക്ക് എന്ത് ചെയ്യും, വേദനിക്കും. അപ്പം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, അയാൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പീക്കർ പറയുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ വില്ലേജ് ഫോക്കിൻ്റെ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഇമാജിനേഷൻ കാരണം റിയൽ അപ്പാർഷനേക്കാളും കൂടുതൽ മിക്കവാറും ഒക്കെ ഇവർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം അല്ലെങ്കിൽ അവരെ തന്നെ ഹാം ചെയ്യുന്നത് പോലെ ഉള്ള റിസൾട്ട്സ് ആണ് മിക്കവാറും സംഭവിക്കാറുള്ളത് എന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. 24 മുതൽ 26 വരെയുള്ള സ്റ്റാൻസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേറൊരു വില്ലേജറിൻ്റെ കാര്യമാണ്. അവർ ഈ ചാം അറ്റംപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആരാണ് വില്ലേജർ, ലീസി എന്നാണ്, ഒരു വാൻഡൻ വിഡോയാണ്. അവരെവിടേക്ക് പോവാണ്, റിവൽറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് 3 ലാംസ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയിട്ട് അവരുടെ സ്ലീവ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ സ്പീക്കർ അവിടെ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ആ ഫ്ലോ ഓഫ് വാട്ടറിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡാസിൽ, ഗ്ലിറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അണ്ടർനീത്ത് സ്പ്രെഡിങ് ഹേസൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ വെള്ളത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഹേസൽ ട്രീസ് ഈ ഈവിൾസിന് എഗൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലീസി പെർഫോം ചെയ്ത ഈ ഒരു ആക്ട് പോലെയുള്ള വേറെയും കുറേ റിച്വൽസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ഹേസലിൻ്റെ വോൺസും എന്ത് ചെയ്തിരുന്നു, യൂസ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ ലീസി എന്ത് ചെയ്യാണ്, ക്രൂൺ, ഹിയറിങ് എ ക്രൂൺ എന്നാണ് പറയുന്നത്. അവർ ജമ്പ് ചെയ്യുന്നു, ആകെ അങ്ങ് സ്റ്റാൾട്ടഡ് ആയി പോയിട്ട് വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു കാര്യമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹ്യൂമറസ് സ്റ്റൈലാണ് എബൌട്ട് സൂപ്പർസ്റ്റിഷൻ ആൻഡ് ദ എക്സ്ട്രീമിറ്റീസ് ദ കൺട്രി ഫോർ ഗോ ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദെയർ ഡിസയേഴ്സ്. അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും പോവുകയും സൂപ്പർസ്റ്റിഷൻസ് ഫോളോ ചെയ്യുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു എക്സ്ട്രീംസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു ഹ്യൂമറസ് സ്റ്റോറി ആയിട്ടാണ് നമ്മുടെ ലീസിയുടെ സ്റ്റോറി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള 27-28 സ്റ്റാൻസയാണ്. അപ്പോൾ ലാസ്റ്റ് അനക്ഡോട്ട് എന്താണ്, അങ്കിൾ ജോൺ എന്ന് പറയുന്ന ഒരാളിനെയാണ് എന്ത് ചെയ്യുന്നത്, പിക്ചറൈസ് ചെയ്യുന്നത്. അങ്കിൾ ജോൺ എന്താണ് ചെയ്യുന്നത്, ഹൂ പേസ് ഇൻ ടു 3 ബക്കറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, അയാളുടെ ഫ്യൂച്ചർ വൈഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ 3 ബക്കറ്റ്സ് എന്തായിരുന്നു, എംപ്റ്റി ആയിരുന്നു. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇയാൾ ഈ ബക്കറ്റ് എടുത്തിട്ട് തീയിലേക്ക് എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്പീക്കർ ഈ പോം കൺക്ലൂഡ് ചെയ്യുന്നത് വിത്ത് എ ഫോണ്ട് ലുക്ക് അറ്റ് ഓൾ ഓഫ് ദീസ് കൺട്രി ഫോക്സ് ആൻഡ് ദെയർ ആൻഡിക്സ് എന്നാണ്. അതായത് ഇവർ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ പോയിറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോം അവസാനിപ്പിക്കുന്നത്. ദ മെറി സോങ്സ് ആൻഡ് ഫ്രണ്ട്ലി കാഗ്സ് സെർവ് ആസ് മച്ച് നീഡഡ് റിപ്രൈവ് ഫോർ ദ കൺട്രി ഫോക്സ് യൂഷ്വൽ ഹാർഡ് ലേബർ എന്നാണ് പറയുന്നത്. അവരുടെ മെറി ആയിട്ടുള്ള സോങ്സും ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരവും ഒക്കെ എന്ത് ചെയ്തു, കുറേ അധികം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു യൂഷ്വൽ ഹാർഡ് ലേബറിൽ നിന്ന് അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ്. ദി ചീപ്പ് ആൻഡ് ചിയറി സ്പോട്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റാൻസ് ആർ നത്തിങ് മോർ ദാൻ ഗുഡ് ഫൺ. എല്ലാം എന്താണ്, ഗുഡ് ഫണ്ണാണ്, അല്ലാതെ വേറൊന്നുമില്ല. വിത്ത് എ ഗ്ലാസ് ഓഫ് ലിക്വർ ദ ഫോക്സ് സെറ്റ് ഓഫ് ഇൻ ടു ദ ഫോർമർലി ഈറി ആൻഡ് ഫ്രൈറ്റനിങ് നൈറ്റ് വിത്ത് ബ്ലൈത്ത് ജോയ്. അവരെന്താ ചെയ്യണേ, ഒരു ഗ്ലാസ് ഓഫ് ലിക്വറൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ ആ ഒരു നൈറ്റിൻ്റെ ജോയ്ഫുള്ളും എൻജോയ് ചെയ്യുന്ന ഒരു പിക്ചറോട് കൂടിയാണ് നമ്മുടെ പോയറ്റ് എന്ത് ചെയ്യുന്നത്, പോം അവസാനിപ്പിക്കുന്നത്. ഹിയർ ഈസ് ദ അനാലിസിസ് ഓഫ് ദ പോം ഹാലവൻ ബൈ റോബർട്ട് ബേൺസ്. അപ്പോൾ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.